ഹലോ ഗെയ്സ്, നമ്മളിന്ന് വന്നിട്ടുള്ളത് തൃശ്ശൂർ ചാലക്കുടിയുള്ള ഡ്രീം വേൾഡിലേക്കാണ് കേട്ടോ. അപ്പോൾ ഓപ്പൺ ആവാൻ 9 മണി ആ ഒരു ടൈം ആവും. ഞങ്ങൾ കുറച്ച് നേരത്തെ വന്നതുകൊണ്ട് തന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടാണ് കേട്ടോ കയറിയിട്ടുണ്ടായിരുന്നത്. അഡൾട്ട്സിനാണെങ്കിൽ 800 രൂപയും ചിൽഡ്രൻസിനാണെങ്കിൽ 700 രൂപയാണ് കേട്ടോ ടിക്കറ്റ് റേറ്റ് വരുന്നത്. ഇനി ഓൾഡ് ഏജ് ആയ ആളുകളുണ്ടെങ്കിൽ അവർക്ക് 700 രൂപയാണ് ടിക്കറ്റ് റേറ്റ് വരുന്നത്. ഇനി നമുക്ക് വേണമെങ്കിൽ ഡ്രസ് ചേഞ്ചും കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. അതുപോലെ ലഗേജും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ലോക്കർ ഫെസിലിറ്റിയും അവൈലബിൾ ആണ്. അതിന് 120 റുപ്പീസാണ് കേട്ടോ പേയ്മെൻറ്റ് വരുന്നത്. അതിൽ 100 അവർ റീഫണ്ട് ചെയ്ത് തരും. ഇനി കുറച്ച് കൂടുതൽ ലഗേജും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വലിയ ലോക്കറും അവൈലബിൾ ആണ്. അതിന് 150 റുപ്പീസാണ് വരുന്നത്. അതിൽ 100 റീഫണ്ടാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ കയറുമ്പോൾ ടിക്കറ്റ് എടുക്കുമ്പോൾ 3 ടിക്കറ്റും കൂടി അവൈലബിൾ ആണ് കേട്ടോ. അതിൽ ഒരു ടിക്കറ്റാണ് ഈ ഒരു സ്കൈ ട്രെയിൻ. ഇതിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മൊത്തത്തിലുള്ള ഒരു വ്യൂ കാണാൻ പറ്റും. ഈ ഒരു സ്കൈ ട്രെയിൻ വളരെ പതുക്കെയാണ് കേട്ടോ മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ റൈഡുകളും എവിടെയൊക്കെയാണെന്നുള്ളത് മൊത്തത്തിൽ ഈ ഒരു പാർക്കിൽ എന്തൊക്കെയാണ് ഉള്ളത് എല്ലാ റൈഡുകളും കാര്യങ്ങളൊക്കെ നമുക്ക് മുകളിൽ നിന്ന് ഒരു വ്യൂ കിട്ടും കേട്ടോ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു സ്കൈ ട്രെയിൻ. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ടിക്കറ്റ് വന്നിട്ടുള്ളത് ഈ ഒരു 3D ആനിമേഷൻ്റെ ആയിരുന്നു കേട്ടോ. അത് കാണാനും നല്ല രസമാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു ആനിമേഷൻ്റെ ഇതാണ് കേട്ടോ, വീഡിയോ ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് റൈഡുകളിലാണ് കേട്ടോ കയറിയത്. പുറത്ത് തന്നെ ഒരുപാട് റൈഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഉച്ച വരെ നമുക്ക് ടൈം പോണത് തന്നെ അറിയില്ല കേട്ടോ. ഈ ഒരു റൈഡുകളിലെല്ലാം കളിച്ച് വരുമ്പോൾ തന്നെ നമ്മൾ ഒരുപാട് ടൈം പോയിക്കോളും, നമ്മൾ അറിയുക കൂടിയില്ല. വാട്ടർ റൈഡും കാര്യങ്ങളൊക്കെ ഉച്ചയ്ക്ക് ശേഷം മാത്രമാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുക. പുറത്തുള്ള റൈഡുകൾ ഫുള്ള് ഒരു കറങ്ങണതും അല്ലെങ്കിൽ മുകളിലേക്ക് ഭയങ്കര ഹൈറ്റ് പോയിട്ടുള്ളവർക്കൊക്കെ ബുദ്ധിമുട്ടാവും കേട്ടോ ഈ ഒരു റൈഡുകളൊക്കെ. അതുപോലെ തന്നെ ഒരുപാട് കറങ്ങണത് നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ ചെറുതായിട്ടായിരിക്കും തോന്നുന്നത്. പക്ഷേ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ തല കറങ്ങി പോകും കേട്ടോ. അത്രയ്ക്കും സ്പീഡിലാണ് അതൊക്കെ കറങ്ങുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഛർദ്ദിക്കാൻ വരലും തലകറക്കം ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ 1-2 റൈഡിൽ കയറി കഴിഞ്ഞപ്പോൾ തന്നെ നിർത്തി. ഞാൻ മാത്രമല്ല, ബാക്കി കൂടെയുള്ള എല്ലാവരും അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ. ബാക്കിയുള്ള റൈഡുകളൊക്കെ ഞങ്ങൾ വെറുതെ ഒന്ന് നോക്കി നടക്കുകയായിരുന്നു കേട്ടോ. ഇനി ഒരു ടിക്കറ്റ് കൂടി ബാക്കിയുണ്ട്. അതാണ് കേട്ടോ ഈ ഒരു സ്നോ വേൾഡ്. അപ്പോൾ ഹൊറർ വേൾഡ് എന്ന് പറഞ്ഞിട്ടും അതുപോലെ ജംഗിൾ വേൾഡ്, സ്നോ വേൾഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു ഹൊറർ വേൾഡിൽ കയറി നോക്കാം കേട്ടോ. ഹൊറർ വേൾഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ പിന്നെ ജംഗിൾ വേൾഡാണ് കേട്ടോ വരുന്നത്. ഇവിടെ മൂവിങ് ആയിട്ടുള്ള കുറച്ച് ആനിമൽസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. നല്ല രസമായിട്ട് കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊരു വാട്ടർഫോളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ സ്നോ വേൾഡിലേക്കാണ് കേട്ടോ അവിടെ നിന്ന് എത്തുക. അപ്പോൾ ഒരു സ്നോ വേൾഡിലേക്ക് കയറുന്നതിൻ്റെ മുന്നേ നമുക്ക് റബ്ബർ ബൂട്ടും കാര്യങ്ങളൊക്കെ തരും. പുറത്ത് നല്ല ചൂടായതുകൊണ്ട് ഉള്ളിലേക്ക് കയറാൻ വേണ്ടി ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും കേട്ടോ. പക്ഷേ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റിൽ കൂടുതൽ നമുക്ക് ഇവിടെ നിൽക്കാൻ കഴിയില്ല, അത്രയ്ക്ക് തണുപ്പാണ് കേട്ടോ. അങ്ങനെ സ്നോ വേൾഡിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഞങ്ങൾക്ക് ഇനി ആകെ ബാക്കിയുള്ളത് വാട്ടർ റൈഡും ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ അവിടേക്ക് പോകാൻ വേണ്ടി ഞാൻ വീഡിയോയും കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. എന്താണെന്ന് വെച്ചാൽ എല്ലാവരും നനഞ്ഞിട്ടൊക്കെ അല്ലേ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അത്രയുള്ള വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.